നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടിലെ കനത്ത മഴയാണ് UAE ലഭിക്കുന്നത്. ഇന്നലെ ഉച്ചവരെ കനത്ത മഴ തുടർന്നു. ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. 2.5 ദശകത്തിനിടെ UAE കണ്ട ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. 3 ദിവസം തുടർച്ചയായി മഴ പെയ്യുന്നതും ഇവിടെ അപൂർവമാണ്. ഇടിമിന്നലോടെയാണ് മിക്കയിടത്തും മഴ പെയ്തത്. എന്നാൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മിക്കയിടത്തും മാനം തെളിഞ്ഞെങ്കിലും പലയിടത്തും ശക്തമായി തണുത്ത കാറ്റ് വീശുന്നത് തുടർന്നു. ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് സൂചന. താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാണ്. അണ്ടർപാസുകളിലും മറ്റും കെട്ടിടം നിന്ന് വെള്ളം കളയാൻ ഊർജിത ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഗതാഗത തടസ്സം രൂക്ഷമായില്ലെങ്കിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ യാത്രാ തടസ്സം നേരിടുന്നുണ്ട്. മലയോര മേഖലയിൽ മഴ ശക്തമായിരുന്നു. വാദികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഷാർജയിൽ ചില ഫ്ളാറ്റുകളിൽ നിന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. താഴ്ചയുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. മുഹസിന ഭാഗത്തും ദുബായ് റാസ് അൽഖോർ ഭാഗത്തും ആലിപ്പഴ വർഷമുണ്ടായെന്ന് ഇവിടെ താമസിക്കുന്നവർ വ്യക്തമാക്കുന്നു. അൽനാദ പ്രദേശത്തും ആലിപ്പഴ വർഷമുണ്ടായി. റാസൽ ഖൈമ, ഫുൽജേറ തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ ശക്തമായിരുന്നു. ഇവിടെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് കളയുന്നത് തുടരുകയാണ്. ഗോർഫക്കാനിൽ വലിയ വെള്ളക്കെട്ടുണ്ടായില്ലെങ്കിലും ഫുജേറ പ്രദേശത്തെ റൗണ്ടുകളെല്ലാം വെള്ളത്തിനടിയിലായി. ഖോർഫ, ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായുണ്ട്. റോഡിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കാനും 20 സന്നദ്ധ സേവകർ തയ്യാറാണെന്ന് അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള റോഡുകളിൽ നിന്ന് വെള്ളം ഒഴിവാക്കുക, ചെളിയും അവശിഷ്ടങ്ങളും നീക്കുക, റോഡുകൾ നന്നാക്കുക എന്നിവയാണ് സംഘത്തിന്റെ ജോലികളെന്നും അധികൃതർ വ്യക്തമാക്കി. റോഡുകൾ വൃത്തിയാക്കുന്നതിനും മറ്റും 600 എഞ്ചിനീയർമാർ ഉൾപ്പെടെ 3100 ജോലിക്കാരെയാണ് ദുബായ് മുനിസിപ്പാലിറ്റി വിന്യസിച്ചിരിക്കുന്നത്. അലൈനിലെ ഖാദം അൽ ഷക്കയിലാണ് റെക്കോർഡ് മഴ ലഭിച്ചത്. 184.4 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത്. ഖോർഫക്കാനിൽ 1996 പെയ്ത 144 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ പഴങ്കഥയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം മഴ പെയ്തത് UAE-യുടെ കിഴക്കൻ മേഖലയിലാണ്. മോശം കാലാവസ്ഥയും വിമാനത്താവളങ്ങളിലെ വെള്ളക്കെട്ടും കാരണം പല വിമാനങ്ങളും വൈകുകയും ചില വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഫ്ലൈ ദുബായിയുടെ 14 സർവീസുകൾ ഇന്നലെ റദ്ദാക്കി. ജബൽ ജയ്സിലാണ് ഏറ്റവും അധികം തണുപ്പ് രേഖപ്പെടുത്തിയത്. ഇവിടെ മലയുടെ മുകളിലാകെ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. 1.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടെ ഇന്നലെ രാവിലെ 6 രേഖപ്പെടുത്തിയ താപനില. ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയതാകട്ടെ റാസൽ ഖൈമയിലെ സാഖർ തുറമുഖത്താണ്. 20.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയത്. ഇനിയും 3-4 ഡിഗ്രി തണുപ്പ് കൂടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം കയറിയും കേടുപറ്റിയും കിടക്കുന്ന വാഹനങ്ങളിൽ എടുത്തുകൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഫോൺ വിളികളുടെ പ്രവാഹമായിരുന്നുവെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന AAE കമ്പനി ഉടമ പോൾ ടി ജോസഫ് പറഞ്ഞു. കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ട്. പ്രകൃതി ദുരന്തം മൂലമുണ്ടാകുന്ന കേടുപാടുകൾക്ക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാതെ ഇൻഷുറൻസ് കമ്പനികളെ അറിയിച്ച ശേഷം റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് ഗാരേജിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വാഹനങ്ങൾക്കും വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾക്കും നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വാഹനങ്ങൾക്കും വീടുകൾക്കും പരിരക്ഷ ലഭിക്കില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.